നാളെ മുണ്ണകൾ നടന്ന് നടന്ന് പത വരും. മത്തായി ലംബോർഗിനിയിൽ വരും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികളുടെ പണം പിടുങ്ങുവാൻ വാഴൂർ മത്തായി അവതരിപ്പിക്കുന്ന വൈകൃത സമ്മേളനത്തിൽ മുണ്ണവിശ്വാസികൾ 10-12 കിലോമീറ്റർ ചട്ടയും മുണ്ടും ജുബയും ഒക്കെ വലിച്ചുവാരിയിട്ട് നടന്ന് പതതൂറി നടക്കുമ്പോൾ വാഴൂർ മത്തായി വിശ്വാസികളെ മധ്യവിരൽ മടക്കി കാണിച്ച് തന്റെ ഇമ്പാലയിൽ എഴുന്നള്ളും. 40 ഡിഗ്രി ചുട്ടുപൊള്ളുന്ന ചൂടിൽ വിയർത്തൊലിച്ച് നടന്നു വരുമ്പോഴും മാർത്തോമായുടെ സിംഹാസനത്തിൽ കുത്തിയിരിക്കുന്ന വാഴൂർ മത്തായിക്ക് മംഗളഗാനം പാടിക്കൊണ്ടായിരിക്കും മുണ്ണവിശ്വാസികൾ നടന്നു വരിക. അപ്പോൾ സൂര്യപ്രകാശം ഒരു തരി പോലും തട്ടാതെ മെത്രാന്മാർ തങ്ങളുടെ AC കാറുകളിൽ നിന്നും ഇറങ്ങി ശീതീകരിച്ച വേദിയിൽ തങ്ങളുടെ ആസനം കൊണ്ട് ഭദ്രമായി വെക്കും. എന്നിട്ട് ചട്ടയും മുണ്ടും കൊടുത്തു വരുന്ന തങ്ങളുടെ പൈതൃകങ്ങളെ അത്ഭുതത്തോടെ നോക്കും. എന്തോ മഹാദുരന്തം വരുന്ന മാതിരിയാണ് തങ്ങൾ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളെക്കുറിച്ച് പരിമല ആശുപത്രിയുടെ കച്ചവടം നിയന്ത്രിക്കുന്ന പൗലോസ് പാതിരി വിശദീകരിക്കുന്നത്. തളർന്നു വീഴുന്നവരെ ഉടൻ തന്നെ വാരിക്കെട്ടി അപ്പോൾ തന്നെ പരിമല ആശുപത്രിയിലാക്കാൻ 25ഓളം ആംബുലൻസുകളാണത്രേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല കോട്ടയം ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും കരുതിയിരിക്കുവാൻ കരുതൽ സന്ദേശം കൊടുത്തിട്ടുണ്ട് പോലും. ബില്ല് ആരടയ്ക്കും എന്ന് മാത്രം പാതിരി മിണ്ടിയിട്ടില്ല. ആലുവയിൽ സംഭവിച്ചതുപോലെ ഡൊമിനിക് മാർട്ടിന്മാരെ വല്ലതും പ്രതീക്ഷിച്ചാണോ എന്നറിയില്ല ഈ പടപ്പുറപ്പാട്. പാതിരിയുടെ ഭയപ്പെടുത്തുന്ന ക്രമീകരണ വിവരണം കേട്ടാട്ടെ. 2024 ഫെബ്രുവരി 25-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിന് വേണ്ടിയുള്ള മെഡിക്കൽ സംവിധാനങ്ങളെ പറ്റിയുള്ള ഒരു അറിയിപ്പാണ് ഇതിൽ കൂടി നൽകാൻ ആഗ്രഹിക്കുന്നത്. അഭിനന്ദനായ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള 20-അംഗ കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര പുറപ്പെടുന്ന MD കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ കാഷ്വാലിറ്റി എമർജൻസി സൗകര്യങ്ങൾ ക്രമീകരിക്കും. 12 മണി മുതൽ അത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പൊതുസമ്മേളനം നടക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ, നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിലും എമർജൻസി സൗകര്യങ്ങൾ 12 മണി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. പ്രാഥമികമായിരിക്കുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഈ 2 കാഷ്വാലിറ്റി സെൻ്ററുകളിലും നമ്മുടെ ആൾക്കാർക്ക് ലഭ്യമാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇതുകൂടാതെ ഘോഷയാത്ര പുറപ്പെട്ട് നാഗമ്പടം സ്റ്റേഡിയം വരെ വരുന്ന യാത്ര കടന്നു പോകുന്ന വഴികളിൽ 15 ആംബുലൻസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ തന്നെ ആംബുലൻസിൽ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആംബുലൻസിൽ കുടിക്കാനുള്ള വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ, പ്രാഥമിക ചികിത്സയ്ക്കുള്ള മരുന്നുകളും മറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം അടുത്തടുത്ത് ആംബുലൻസിൻ്റെ സേവനം ലഭ്യമാണ്, അതും ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ എന്തെങ്കിലും ഈ 2 സെൻ്ററുകളിലും ആംബുലൻസിലും കിട്ടുന്നതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും മേജർ ഗൗരവമായിട്ടുള്ള രോഗങ്ങളെ പ്രയാസങ്ങൾ എന്തെങ്കിലും നേരിടുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ ഇന്ന് മീറ്റിംഗ് നടക്കുന്ന, സമ്മേളനം നടക്കുന്ന സമീപത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലുമൊക്കെ അതിനോട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ആയിട്ട് സംസാരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വക കാര്യങ്ങൾ എന്താവശ്യം വന്നാലും അപ്പം അതിൻ്റെ യാത്രയിൽ, ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ഒക്കെ എന്തെങ്കിലും വൈദ്യ സഹായം വേണ്ടി വരികയാണെങ്കിൽ ഇതിനോട് ചേർത്ത് തരുന്ന നമ്പറുകളിൽ അപ്പം വിളിച്ച് പറഞ്ഞാൽ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും. എന്ത് കാര്യങ്ങൾ വന്നാലും ഇതിനോടനുബന്ധിച്ച് ആവശ്യമായിരിക്കുന്ന എന്താ വൈദ്യസഹായം വേണ്ടി വന്നാലും അത് മുഴുവനും ചെയ്തു തരാൻ സുസജ്ജമായിട്ടുള്ളൊരു സംവിധാനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇനി സെമിനാരി വിദ്യാർത്ഥികളുടെ പേടി സ്വപ്നമായിരുന്ന കുണ്ടറപ്പണിക്കരുടെ ആഗ്രഹം കേൾക്കുക. വിശ്വാസികൾ പരമ്പരാഗത ഡ്രസ്സിൽ വരുമ്പോൾ പൂച്ചാണ്ടി മെത്രാന്മാർ പാളക്കരയൻ മുണ്ടും ബെന്നിനുമിട്ട് അംശവടിയും പിടിച്ച് നിൽക്കും. ഈ പൂച്ചാണ്ടികളുടെ പുല്ലെല്ലാം കണ്ട് കർത്താവ് ചിരിച്ച് ഊപ്പാട് വന്ന് അവിടെ സൈഡിൽ എവിടെയും നിൽപ്പുണ്ടാകും. മലങ്കര സഭയുടെ മർത്തോറിയ സമാജത്തിൻ്റെ നമ്മുടെ എല്ലാ മെത്രാസനങ്ങളുമുള്ള പ്രവർത്തകരെ, അംഗങ്ങളെ പ്രസിഡന്റ് ദിയസ്കോറോസ് തിരുമേനിയാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950-ാം വാർഷിക സമാപനവും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമനവതി ആഘോഷങ്ങളും മലങ്കര സഭയിൽ ഭരണഘടന ഉണ്ടായതിൻ്റെ 90-ാം വാർഷികവും സംയുക്തമായി കോട്ടയത്ത് വെച്ച് നടത്തുന്ന കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. ഫെബ്രുവരി മാസം 25-ാം തീയതി ഞായറാഴ്ച മലങ്കര സഭയുടെ സത്തയും സ്വത്വബോധവും ഉണർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അത് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ മലങ്കര സഭയുടെ അമ്മമാരുടെയും വനിതകളുടെയും ആധ്യാത്മിക
സംഘടനയാണ് മർത്തോറിയം വനിതാ സമാജം. മർത്തോറിയ സമാജത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് ഫെബ്രുവരി മാസം 25 നടക്കുന്ന മാർത്തോമൻ സ്മൃതി സംഗമത്തിലും അതിൻ്റെ റാലിയിലും ഉണ്ടാകണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്. സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ മലങ്കര സഭയുടെ അമ്മമാരും സ്ത്രീജനങ്ങളുമാണ് സഭയ്ക്ക് ബലം നൽകിയിട്ടുള്ളത്. അവരുടെ പ്രാർത്ഥന വഴിയും അവരുടെ തന്നെ ധനസഹായങ്ങൾ വഴിയും ഒക്കെയായിട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും ഇപ്പോഴുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും 25 നടക്കുന്ന മാർത്തോമൻ സംഗമത്തിൽ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എത്തുവാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓരോ മെത്രാസനത്തിൽ നിന്നും കുറഞ്ഞത് ഒരു 100 പേരെങ്കിലും പഴമ കാണിക്കുന്ന രീതിയിൽ നസ്രാണി വനിതമാരെ പോലെ നല്ല ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് ആ റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലുള്ള എല്ലാ മെത്രാസനങ്ങളിലെയും വനിതമാർ അത് ചെയ്യണം. അതാത് ഭദ്രാസനത്തിൽ ചേർന്ന് നിന്നാൽ മതിയായിരിക്കും. പക്ഷേ നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്. നിങ്ങൾക്ക് കൊടി, കുട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പിടിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ചെയ്യുകയും വേണം. ഒന്നും തന്നെ നിങ്ങൾ വസ്ത്രങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ കൊണ്ടുവരേണ്ടതില്ല. ബാക്കി അതെല്ലാം കേന്ദ്രത്തിൽ തന്നെ ക്രമീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. പരിശുദ്ധ ബാവാതിരുമേനയുടെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ റാലി തുടങ്ങുന്നതിന് കൃത്യസമയത്തിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും കോട്ടയത്ത് റാലി തുടങ്ങുന്ന സ്ഥലത്ത് അതാത് മെത്രാസനങ്ങളോട് ചേർന്ന് എത്തുകയും ഭംഗിയായി സഭയിലെ അമ്മമാരായി ഒരുങ്ങി നിന്ന് ചിട്ടയോടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇനി ഇതൊക്കെ കണ്ട കോട്ടയംകാരൻ രാജൻ ജോസഫിന്റെ വാക്കുകൾ കേട്ടാട്ടെ. ഞാൻ കോട്ടയംകാരനാ, വീട് വേളൂര്. അപ്പോൾ എനിക്കൊരു ആരാന്നറിയത്തില്ല, എനിക്ക് 2-3 മെസ്സേജ് ഇട്ടു തന്നു. അതിനകത്ത് ഒരെണ്ണത്തിനകത്ത് നാളത്തെ പൈതൃക റാലിക്ക് പോകാൻ താല്പര്യമുള്ളവരെ, ചട്ടയും മുണ്ടു കൊടുത്ത് പോകാൻ താല്പര്യമുള്ളവരെ അവരുടെ എത്ര പേര് ഓരോ പള്ളിയിൽ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെ ലിസ്റ്റ് കൊടുക്കണമെന്ന്. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് ഈ റൂട്ട് മാപ്പ്. അത് MD ചർച്ച് കോമ്പൗണ്ടിൽ നിന്ന് ശാസ്ത്രി റോഡ് വരെയുള്ള റൂട്ട് മാപ്പ് വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൂന്നാമത് അച്ഛൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, അതായത് ആംബുലൻസും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നും ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം ഈ ചട്ടയും മുണ്ടും ധരിക്കുന്നു എന്ന് പറയുന്നത് 60-70 വയസ്സുള്ള പ്രായമുള്ള സ്ത്രീകളൊക്കെയാണ്. അല്ല, ചെറുപ്പക്കാരൊന്നും അങ്ങനെ ചട്ട ധരിച്ച് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. തന്നെയുമല്ല, ചട്ട തയ്ക്കാൻ അറിയാവുന്നവരും ഇല്ല. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു, പൈതൃക മീറ്റിങ്ങിന് പോകുന്നുണ്ടോ, റാലിക്ക് പോകുന്നുണ്ടോ, ചട്ടയും മുണ്ടും ധരിക്കണം. ചട്ടയും മുണ്ടും ഇല്ല, അല്ലെങ്കിൽ പിന്നെ അരക്കൈ നോക്കായിരുന്നെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അമ്മ മരിച്ചപ്പോൾ ഒരു 2-3 ചട്ട ഇവിടെ ഇരിപ്പുണ്ട്, അത് വേണേ എടുത്തു, നീ അങ്ങ് എടുത്തു, തരുവൊന്നും വേണ്ട, കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ കൂട്ടച്ചിരി. ഇനിയിപ്പം ഇങ്ങനെയുള്ളവരുടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് തപ്പിയെടുത്തുകൊണ്ട് വന്നേ ഇടാനൊക്കെ തുള്ളി ചട്ട തയ്ക്കാൻ അറിയാവുന്നവരാരുമില്ല. ഇന്ന് കേരളത്തിലിറങ്ങിയ എല്ലാ പത്രമാധ്യമങ്ങൾക്കും ലക്ഷങ്ങളുടെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്. പൈതൃക പരസ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൊത്തമൂറ്റ് ഫിനാൻസ് ആണ്, പിന്നെ പരിമല ആസ്പത്രിയും. ഇവിടെയും കാണാം അവരുടെ യഥാർത്ഥ പൈതൃകത്തിൻ്റെ ഗുണം. ഇത് കൊടുത്താലേ പൂച്ചാട്ടി സമ്മേളനം കവർ ചെയ്യുവാൻ പത്രക്കാർ വരും. സഭയുടെ കൂടെ എല്ലാ ഉടായ്പകൾക്കും തട്ടിപ്പിനും നിന്നതിൻ്റെ അനുഗ്രഹമായിരിക്കാം പോൾ മുത്തൂറ്റ് എന്ന ചെറുപ്പക്കാരനെ വഴിയിലിട്ട് കുത്തിക്കൊന്നു. അപ്പൻ ബ്ലേഡ് മുതലാളി MG ജോർജ് മുത്തൂറ്റ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ വീണ് പിടലി ഒടിച്ച് മരിച്ചു. കിട്ടിയ ഇത്രയും അനുഗ്രഹങ്ങൾ പോരാഞ്ഞാണ് വീണ്ടും വീണ്ടും തീവട്ടി സഭയെ ഇവർ സഹായിക്കുന്നത്. 4000 കോടിയിലധികം കേരളത്തിലെ നിക്ഷേപകരുടെ കയ്യിൽ നിന്നും വാങ്ങി അത് ശ്രേ എന്ന മാർവാടി കമ്പനിയിൽ കൊണ്ടിട്ട് നഷ്ടപ്പെടുത്തി നിക്ഷേപകരെ വഞ്ചിച്ച് അവർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് മൊത്തമൂറ്റിന്റെ കോടികൾ മുടക്കിയുള്ള ഈ പരസ്യമേള. പൗലോസിദ്ദീൻ കാതോലിക്ക ബാബയെ ക്യാൻസർ ചികിത്സയ്ക്ക് യാതൊരു സൗകര്യവുമില്ലാതിരുന്നിട്ട് കൂടി കൊല്ലാക്കൊല ചെയ്ത പരിമല ആശുപത്രി. കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രം ആണ്
മറ്റൊരു സ്പോൺസർ. നല്ല പൈതൃകമല്ലേ? പൗലോസിത്യൻ ക്യാൻസർ വന്ന് പ്രോപ്പറായി ചികിത്സിക്കാതെ ആയുസ്സെത്താതെ മരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വാഴൂർ മത്തായി പിൻവാതിലിൽ കൂടി പ്രവേശിച്ചത്. അപ്പോൾ വാഴൂർ മത്തായിയോടാണ്, നിങ്ങൾ അല്പമെങ്കിലും ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ആദ്യോടന്തം നിങ്ങൾ വിശ്വാസികളോടൊപ്പം നടക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു നേതാവ്. ഇതെല്ലാം കഴിഞ്ഞ് കണക്ക് പറഞ്ഞ് കാശ് കെട്ടുകണക്കിന് വാങ്ങാനുള്ളതല്ലേ. പിന്നെ അവസാനമായി ഒരു കാര്യം കൂടി, കേരള ഗവർണർ അങ്ങ് ചെന്നൈയിലാണ്. അദ്ദേഹം എത്തണമെങ്കിൽ ഹെലികോപ്റ്റർ അയക്കണമെന്ന് പറഞ്ഞ് തെണ്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ബ്രാഞ്ച് അത് സ്പോൺസർ ചെയ്താൽ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്ന് കോട്ടയം വരെ വരാനുള്ള അവസരമുണ്ടായിരിക്കുമെന്ന് അറിയിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ഥിരം കുറ്റി പിള്ളാച്ചരെ മാത്രം കണ്ട് മടങ്ങേണ്ടി വരും. എന്ത് ഹണിറോസ് വരുമോ എന്നൊരു കിളവൻ ചോദിക്കുന്നു. പോകളവാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.